താടകാവധവും അഹല്യാമോക്ഷവും. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വിശാല ലോകത്തേക്ക് കടന്നു. ഉടുമ്പിൻ തോലുകൊണ്ട് കയ്യുറയിട്ട് കുലച്ച വില്ലും മൂർച്ചയേന്തിയ വാളും കയ്യിലേന്തിയ കുമാരന്മാർ ചാരുസ്വരൂപികളായി കാണപ്പെട്ടു. കൈലാസനാഥനെ അഗ്നിജൻ ദേവസേനാനി പിന്തുടരുന്നത് പോലെ വിശ്വാമിത്രന്റെ പിന്നാലെ രഘുനന്ദനന്മാർ യാത്ര തുടങ്ങി. എല്ലാ രാജകീയ സുഖങ്ങളോടും കൂടി ജീവിക്കുന്നവരാണ് കുമാരന്മാർ. കാട്ടിൽ കഴിയുമ്പോൾ വിശപ്പുണ്ടാകും, വെയിലും കൊള്ളേണ്ടി വരും. വിശപ്പോ ദാഹമോ അറിഞ്ഞിട്ടില്ലാത്ത കുമാരന്മാർക്ക് ബല, അതിബല എന്നീ മന്ത്രങ്ങൾ മഹർഷി ഉപദേശിച്ചു കൊടുത്തു. ഈ മന്ത്രങ്ങളുടെ സിദ്ധിയിൽ വിശപ്പും ദാഹവും അതിജീവിക്കാൻ കഴിയും. മാത്രമല്ല സൗന്ദര്യം, ബുദ്ധി, ജ്ഞാനം, ഉത്തരം പറയാനുള്ള കഴിവ് എന്നിവയും വർദ്ധിക്കും. അന്നു രാത്രി അവർ ഉറങ്ങിയത് സരയൂ നദിയുടെ തീരത്തെ പുൽമെത്തയിലാണ്. വിശ്വാമിത്ര മഹർഷിയുടെ സ്നേഹസാന്ത്വനമേറ്റ് അവർ സുഖമായി ഉറങ്ങി. സൂര്യോദയത്തിൽ മഹർഷി ബാലന്മാരെ ഉണർത്തി കർത്തവ്യങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ എത്രയും വാത്സല്യത്തോടെ വിളിച്ചു. കൗസല്യ സുപ്രജാ രാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉദ്ധിഷ്ട നരശാധൂല കർത്തവ്യം ദൈവമന്യകം. ഉണർന്നെഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങൾ നിറവേറ്റി മഹർഷിയെ വന്ദിച്ച് അംഗരാജ്യത്തേക്ക് പുറപ്പെട്ടു. കാമദേവന് മഹാദേവ കോപത്താൽ അംഗനാശം സംഭവിച്ചത് ആ പ്രദേശത്ത് വെച്ചാകയാലാണ് ആ രാജ്യം അംഗരാജ്യം എന്ന പേരിൽ പ്രസിദ്ധമായത്. അവിടെ മഹർഷി ഈശ്വരന്മാരുടെ സാന്നിധ്യം കൊണ്ട് പവിത്രവും ഗംഗാ സരയൂ നദികളുടെ മധ്യത്തിൽ പരിശോഭിക്കുന്നതുമായ കാമാശ്രമത്തിലാണ് അന്നവർ വസിച്ചത്. പിറ്റേന്ന് മഹർഷിയോടൊപ്പം യാത്ര തുടർന്ന് ഒരു വൻ കാട്ടിലെത്തി. കൊടുംകാട്. ശ്രീരാമൻ ചോദിച്ചു, മഹാമുനെ, ഈ കാട് ആരുടേതാണ്? ആ വനത്തെപ്പറ്റി മഹർഷി ബാലന്മാരോട് സവിസ്തരം പറഞ്ഞു. രാമ, ഇതാണ് താടകാവനം. കഥ കേട്ടോളൂ. മഹർഷി തുടർന്നു. സുകേതു എന്ന ഒരു യക്ഷന് ബ്രഹ്മാവിൻ്റെ വരപ്രസാദത്താൽ ഒരു പുത്രിയെ ലഭിച്ചു. 1000 ആനകളുടെ ബലമുള്ള അവളാണ് താടക. കാമരൂപിണിയായ ആ യക്ഷിക്ക് സുന്ദനിൽ നിന്ന് ഇന്ദ്രനൊത്ത പരാക്രമിയായ ഒരു പുത്രൻ ജനിച്ചു. അവനാണ് മാരീചൻ. ദുഷ്ടയായ താടക 1.5 യോജന ദൂരം വഴിയടച്ച് ആ കൊടും വനം അടക്കി വാഴുന്നു. അവൾ കയ്യേറി മുടിച്ച ആ വനത്തെ രക്ഷിക്കണം. യാതൊരു ചാഞ്ചല്യവും കൂടാതെ രാമൻ താടകയെ വധിക്കണം. സ്ത്രീഹത്യ പാപമൊന്നും ഉണ്ടാവില്ല. നാഗരികർക്ക് താടക ഭീഷണിയാണ്. അധർമ്മത്തെ ഇല്ലാതെയാക്കുക എന്നതാണല്ലോ ക്ഷത്രിയരുടെ ലക്ഷ്യം. ധർമ്മിഷ്ഠനെ രക്ഷിക്കാൻ താൻ താടകയെ വധിക്കുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് ശ്രീരാമൻ തൻ്റെ വില്ലായ കോദണ്ഡത്തിൻ്റെ മധ്യത്തിൽ പിടിച്ച് ചെറുഞാനുലിയിട്ടു. 10 ദിക്കിലും അത് മാറ്റൊലിക്കൊണ്ടു. അതാ കാട് കിടുങ്ങുന്ന ഒരലർച്ച. അത്യന്ത രോഷത്തോടെ ഞാനുലി കേട്ട ദിക്കിലേക്ക് താടക ഓടിയെടുത്തു. കോപം കൊണ്ടവൾ വിറച്ചു. കണ്ടാലോ മഹാവികൃത രൂപം. അതിവാർദ്ധക്യം തോന്നുന്ന തരത്തിൽ ചുക്കിച്ചുളുങ്ങിയ രാക്ഷസി 2 കൈയും ഉയർത്തിപ്പിടിച്ച് മുടിയൊക്കെ ചിക്കി പരത്തി ദിക്കുകൾ പൊട്ടും വിധം അലറിക്കൊണ്ടെത്തി. അവൾ ബാലന്മാരുടെ മുൻപിൽ ഭീഷണ രൂപമായി ഒരു നിമിഷം പ്രത്യക്ഷപ്പെട്ടു. അവൾ ഉയർത്തിവിട്ട പൊടിപടലം കൊണ്ട് കാടാകെ മൂടി. മായ കൊണ്ടവൾ മറഞ്ഞു നിന്നുകൊണ്ട് കല്ലുകൾ വർഷിച്ചു. കല്ലുകൾ അയക്കുന്നിടം ലക്ഷ്യമാക്കി ലക്ഷ്മണകുമാരൻ അവളുടെ കൈയും കാതും മൂക്കും വാളുകൊണ്ട് വെട്ടി. ആ ഭയങ്കരി വീണ്ടും മായ കൊണ്ട് മറഞ്ഞു നിന്ന് കല്ലേറു തുടർന്നു. കാതും മൂക്കും കൈയും അറ്റതോടെ അവൾ കൂടുതൽ ശൗര്യത്തിലായി. യുദ്ധസന്നദ്ധയാണ് താടക എന്ന് കണ്ട വിശ്വാമിത്ര മഹർഷി രാത്രിയായാൽ നക്തഞ്ചരിക്ക് ശക്തി ഇരട്ടിയാകും എന്നതിനാൽ ഇപ്പോൾ തന്നെ സന്ധ്യ പോകും മുമ്പ് അവളെ വധിക്കണം എന്ന് രാമനോട് ആവശ്യപ്പെട്ടു. രാമൻ ശബ്ദവേദികളായ ബാണങ്ങൾ അയച്ച് കല്ലുകൾ തടഞ്ഞപ്പോൾ താടകയുടെ തൽസ്വരൂപം ബാലന്മാർ കണ്ടു. അവൾ ചീറിക്കൊണ്ട് രാജകുമാരന്മാരുടെ നേർക്കണയുകയാണ്. ഘോരരൂപിണിയായ അമിത പരാക്രമിയായ കാളമേഘനിറമുള്ള രാക്ഷസിയുടെ മാറിലേക്ക് ശ്രീരാമചന്ദ്രൻ തൻ്റെ അമോഘമായ രാമബാണം അയച്ചു. ലക്ഷ്യം പിഴയ്ക്കാത്ത ആ അസ്ത്രങ്ങൾ താടകയുടെ മാറ് പിളർത്തി. അവൾ ഒരു വൻമല പോലെ ഭൂമിയിൽ മരിച്ചു വീണു. താടകയുടെ മരണം മഹർഷി വര്യന്മാരെ സന്തോഷിപ്പിച്ചു. രാക്ഷസിയുടെ ബാധ ഒഴിഞ്ഞ ആ വനം ചൈത്രരഥം പോലെ ശോഭിച്ചു. അന്നു രാത്രി രാജകുമാരന്മാർ മഹർഷിയോടൊത്ത് ആ വനത്തിൽ തന്നെ കഴിഞ്ഞു. സൂര്യൻ ഉദിക്കും മുൻപേ ഉറക്കമുണർന്ന രാമലക്ഷ്മണന്മാർ മഹർഷിയെ വന്ദിച്ചു. മഹാഋഷി കാകുത്സ്ഥനായ രാമന് ദിവ്യായുധങ്ങൾ ഓരോന്നായി ഉപദേശിച്ചു. മഹാദിവ്യങ്ങളായ അസ്ത്രസമൂഹങ്ങൾ ഒന്നിച്ച് സ്വീകരിക്കാൻ ദേവന്മാർക്ക് പോലും അസാധ്യമാണ്. പക്ഷേ രാമൻ അതൊക്കെയും ഹൃദയത്തിൽ സ്വീകരിച്ചു. വിശ്വാമിത്ര മഹർഷി അസാധാരണങ്ങളായ മന്ത്രങ്ങൾ ജപിച്ച മാത്രയിൽ തന്നെ
അവയെല്ലാം മൂർത്തരൂപത്തിൽ ശ്രീരാമൻ്റെ സമീപത്ത് എത്തിച്ചേർന്നു. ആ ദിവ്യ ആയുധങ്ങളൊക്കെയും തൻ്റെ ബോധമണ്ഡലത്തിൽ വസിക്കുവാൻ രാമൻ അനുവദിച്ചു. രാമൻ്റെ അപേക്ഷ പ്രകാരം അസ്ത്രങ്ങളെ സംഹരിക്കുന്ന വിദ്യയും ഋഷി രാമനെ അഭ്യസിപ്പിച്ചു. അസ്ത്രങ്ങൾ ചിലത് അഗ്നിതുല്യമാണ്. ധൂമസദൃശ്യവും ചന്ദ്രസൂര്യന്മാരെ പോലെ തേജസ്വികളുമാണ് ആ ദിവ്യായുധങ്ങൾ. അവയെല്ലാം ദാസഭാവത്തിൽ ഏതവസരത്തിലും രഘുനന്ദനനെ സേവിക്കാൻ സന്നദ്ധരായി രാമൻ്റെ ഹൃദയവാസികളായി. പിന്നീട് കുമാരന്മാർ മഹർഷിയോടൊപ്പം സിദ്ധാശ്രമത്തിലേക്കാണ് എത്തിയത്. മഹാത്മാവായ വാമനൻ തപസ് ചെയ്ത് മഹാബലിയെ കീഴടക്കി സിദ്ധി സമ്പാദിച്ചതിനാലാണ് ഈ ആശ്രമത്തിന് സിദ്ധാശ്രമം എന്ന പേര് കിട്ടിയത്. സിദ്ധാശ്രമത്തിലാണ് വിശ്വാമിത്രൻ്റെ യാഗവേദി. മഹർഷിമാർ മറ്റു മാമുനിമാരൊത്ത് യാഗം തുടങ്ങി. കുമാരന്മാർ ആയുധപാണികളായി യാഗരക്ഷ ചെയ്തുകൊണ്ട് നിൽപ്പായി. 5 നാളുകൾ അങ്ങനെ കഴിഞ്ഞു. 6-ാം നാൾ മാരീചനും സുബാഹുവും അതാ ആകാശചാരികളായി എത്തിക്കഴിഞ്ഞു. രാക്ഷസന്മാർ യജ്ഞവേദിയിലേക്ക് രക്തവും മാംസവും വർഷിക്കാൻ തുടങ്ങി. ശ്രീരാമചന്ദ്രൻ ആഗ്നേയം എന്ന ദിവ്യാസ്ത്രം സുബാഹുവിൻ്റെ നേർക്കയച്ചു. അവൻ മരിച്ച് മാമല പോലെ വീണു. മാരീചൻ്റെ നേർക്ക് വായവ്യം എന്ന അസ്ത്രമാണ് അയച്ചത്. ആ ബാണം അവനെ കൊന്നില്ല, പക്ഷേ 100 യോജന ദൂരത്ത് സമുദ്രമധ്യത്തിൽ അവനെ വീഴ്ത്തി. ആ പ്രദേശം മുഴുവൻ രാക്ഷസ ശല്യത്തിൽ നിന്ന് മുക്തമായി. വിശ്വാമിത്രന് തൻ്റെ യാഗം മംഗളകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മഹർഷി ആഹ്ലാദത്തോടെ കുമാരന്മാരോട് പറഞ്ഞു, ഞാൻ ഏറ്റവും കൃതാർത്ഥനായി. അന്നത്തെ രാത്രി അവർ ആശ്രമത്തിൽ മഹർഷി വര്യന്മാരുടെ ദിവ്യ സാന്നിധ്യത്തിൽ ആനന്ദകരമായി കഴിഞ്ഞു. കിഴക്കേ ദിക്കിൽ സൂര്യൻ്റെ ചുവപ്പുവെട്ടം പരക്കുന്നതിനു മുൻപ് തന്നെ ഉറക്കമെഴുന്നേറ്റ ദശരഥപുത്രന്മാർ പ്രഭാതകൃത്യങ്ങൾ നിറവേറ്റി മഹർഷിമാരെ വന്ദിച്ചു. വിശ്വാമിത്രൻ ബാലന്മാരോട് പറഞ്ഞു, ഇന്ന് തന്നെ ജനക മഹാരാജാവിൻ്റെ രാജധാനിയായ മിഥിലയിലേക്ക് പോകണം. ജനകൻ അവിടെ ഒരു യജ്ഞം നടത്തുന്നുണ്ട്. ആ യജ്ഞത്തിൽ പങ്കുകൊള്ളണം. അതുപോലെ പ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. ജനകൻ സൂക്ഷിക്കുന്ന സുനാഭം എന്നു പേരായ പള്ളിവില്ല് കാണണം. ആ ദിവ്യമായ ചാപം ദേവന്മാർ ജനക രാജർഷിക്ക് കൊടുത്തിട്ടുള്ളതാണ്. ആ വില്ലിൻ്റെ കഥ ഇതാണ്. ദക്ഷൻ്റെ യാഗവേദിയിൽ വെച്ച് അപമാനിതയായ സതി അഗ്നിയിൽ ദഹിച്ചപ്പോൾ സതീപതിയായ ശ്രീ മഹാരുദ്രൻ ഭയങ്കരമായി കോപിച്ച് യാഗവേദിയിൽ വീരഭദ്രനെയും ഭദ്രകാളിയെയും സൃഷ്ടിച്ചയച്ച് രൗദ്രതാണ്ഡവം തുടർന്നു. ശ്രീ മഹാദേവൻ്റെ കോപാഗ്നിയിൽ നിന്നു രക്ഷപ്പെടാൻ ദേവന്മാർ ഒത്തുചേർന്ന് ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു. ആ ദേവന്മാരിൽ ദേവദേവൻ പ്രസാദിച്ച് അവർക്ക് നൽകിയ ദിവ്യചാപമാണ് സുനാഭം. പൂർവികരായ മഹാത്മാക്കളിൽ നിന്ന് ജനക മഹാരാജാവിന് ന്യാസമായി ആ പള്ളിവില്ല് ലഭിച്ചു. പാരമേശ്വര ചാപം കാണുന്നതിനും ജനകന്റെ യജ്ഞത്തിൽ പങ്കെടുക്കാനുമായി കുമാരന്മാർ മഹർഷിയോടൊപ്പം പുറപ്പെട്ടു. അവരങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു ആശ്രമം കണ്ടാൽ അതിപുരാതനം, മനോഹരം. പക്ഷേ ഒരൊറ്റ ജീവിയെയും അവിടെ കാണാനില്ല. ഈ മനോഹരാശ്രമം എന്തുകൊണ്ട് വിജനമായി കാണുന്നുവെന്ന് കൗതുകത്താൽ കുമാരന്മാർ മഹർഷിയോട് ചോദിച്ചു. പുരാതനമായ ആ ആശ്രമത്തിൻ്റെ അരികത്ത് എത്തിയപ്പോൾ വിശ്വാമിത്രൻ ആ പഴയ കഥ പറഞ്ഞു. ഗൗതമ മഹർഷി തൻ്റെ അതിസുന്ദരിയായ ഭാര്യ അഹല്യയുമൊത്ത് കഴിഞ്ഞ ആശ്രമമാണിത്. അഹല്യ എന്നാൽ ഒരു കുറ്റവും കുറവുമില്ലാത്ത രൂപഭംഗിയുള്ളവൾ എന്നാണ് അർത്ഥം. ബ്രഹ്മസൃഷ്ടിയിൽ അത്ര സൗന്ദര്യമുള്ള ഒരു സ്ത്രീ വേറെയില്ല. അഹല്യയുടെ സൗന്ദര്യവും ലാവണ്യവും കണ്ട് ദേവേന്ദ്രൻ ആകെ സുമശര പരവേശനായി. എങ്ങനെയെങ്കിലും അഹല്യയെ പ്രാപിക്കണം. ഗൗതമ മഹർഷി അകലെ എവിടെയോ പോയിരുന്ന തക്കത്തിൽ ഇന്ദ്രൻ മുനിയുടെ വേഷത്തിൽ ആശ്രമത്തിലെത്തി അഹല്യയുമായി തൻ്റെ കാമസമ്പൂർത്തി വരുത്തി. അത് ഗൗതമ മഹർഷി അല്ലെന്നും ദേവേന്ദ്രൻ ആണെന്നും അഹല്യയ്ക്ക് മനസ്സിലായിരുന്നു. തനിക്ക് ആനന്ദം നൽകിയ ഇന്ദ്രനോട് മഹർഷിയുടെ കണ്ണിൽ പെടും മുമ്പേ തിടുക്കത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാൻ അഹല്യ പറഞ്ഞു. പക്ഷേ മഹർഷി വന്നെത്തുകയും കൊടിയ അപരാധം അറിയുകയും ചെയ്തു. തന്നെ വഞ്ചിച്ച അഹല്യ കൊടും ചൂടും തണുപ്പും സഹിച്ച് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു ജീവിയെയും കാണാതെ വിജനമായി തീരുന്ന ആശ്രമത്തിൽ കല്ലായി മാറി കാലങ്ങൾ കഴിച്ചുകൂട്ടണം എന്ന് ശപിച്ചു. ഏറെ നാൾ അങ്ങനെ കഴിയുമ്പോൾ രഘുനന്ദനായ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശത്താൽ അഹല്യയ്ക്ക് ശാപമോക്ഷം ഉണ്ടാകും എന്നും മഹർഷി പറഞ്ഞു. അപരാധം ചെയ്ത ഇന്ദ്രനെ നോക്കി മാമുനി ശപിച്ചു. ദുഷ്ടബുദ്ധിയായ ഇന്ദ്രൻ വൃഷണഹീനനാകട്ടെ. വൃഷണഹീനനായി ദേവലോകത്തെത്തിയ ഇന്ദ്രൻ ദേവന്മാരോട് ആവലാതി പറഞ്ഞു. ഗൗതമ മുനിയുടെ തപസ്സിന് വിഘ്നം വരുത്തുവാൻ ആണ് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്. അത് ദേവസമൂഹത്തിന് വേണ്ടിയാണ്. ദേവേന്ദ്രൻ്റെ വാദം കേട്ട ദേവന്മാർ വൃഷണഹീനനായ ഇന്ദ്രന് ആടിൻ്റെ വൃഷണം വെച്ചു കൊടുത്തു.
ഗൗതമൻ അഹല്യയെ ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് പോയി തൻ്റെ തപസ് തുടരാൻ. അഹല്യയ്ക്ക് ശ്രീരാമചന്ദ്രന്റെ സ്പർശത്താൽ മോക്ഷം കിട്ടുമെന്ന ഗൗതമ വചനം അറിയാമായിരുന്ന വിശ്വാമിത്രൻ ശ്രീരാമനോട് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ഉഗ്രതപസ്സു കൊണ്ട് ദേവന്മാർക്കോ അസുരന്മാർക്കോ കാണാനാകാത്ത വിധത്തിൽ ഉജ്ജ്വല കാന്തിയോടെ ഇരിക്കുന്ന അഹല്യയെ രഘുനന്ദനന്മാർ കണ്ടു. ശ്രീരാമൻ അഹല്യയുടെ പാദങ്ങളിൽ നമസ്കരിച്ചതോടെ അഹല്യയ്ക്ക് ഭർതൃവചനം ഓർമ്മ വന്നു. ശ്രീരാമലക്ഷ്മണന്മാരെ പൂജിച്ച് അഹല്യ കൃതാർത്ഥയായി. തപസ്സുകൊണ്ട് പരിശുദ്ധിയും ശ്രീരാമസ്പർശത്താൽ പുണ്യവതിയുമായി അഹല്യയുടെ സമീപത്തേക്ക് ഗൗതമ താപസൻ എത്തിച്ചേർന്നു. അവർ ഇരുവരും ഒരുമിച്ച് ബാലന്മാരെയും വിശ്വാമിത്ര മഹർഷിയെയും പൂജിച്ചു. പൂജാ സൽക്കാരങ്ങൾ സ്വീകരിച്ച ബാലന്മാർ മഹർഷിയോടൊപ്പം മിഥിലാപുരിയിലേക്കു യാത്രയായി.